ബാല, ഇപ്പോൾ ഇവിടെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിനായി, അതായത് ഒരു എൻട്രി കിട്ടുന്നതിനായി, ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത് മാധ്യമ മേഖലയിലാണ്. ഇതിലേക്ക് വരുന്നതിന് മുൻപ് നമുക്കുള്ളത് എഴുത്ത് പരീക്ഷയും അഭിമുഖവുമാണ്. പക്ഷേ സിനിമ എന്ന് പറയുന്ന കലയോടുള്ള അതിനെ ദൈവമായി കണ്ട് അതൊരു പാഷനായി കണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ഒരു പെൺകുട്ടിയോട് സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നീ എനിക്കൊപ്പം സെക്സ് ചെയ്താലേ നിനക്ക് ഈ സിനിമയിൽ അവസരമുള്ളൂ എന്ന് പറയുന്നത് എത്രമാത്രം ക്രൂരമായ ഒരു നടപടിയാണ്. നിങ്ങൾക്ക് സെക്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണവും പ്രശസ്തിയും എല്ലാം ഉണ്ടല്ലോ, നിങ്ങൾക്ക് മറ്റിടങ്ങളിൽ അതിന് സാധ്യതയുള്ള സാഹചര്യങ്ങളും ഉണ്ടല്ലോ. ഏത് രാജ്യത്ത് പോയും നിങ്ങൾക്കത് സാധ്യമാക്കാൻ കഴിയും. അതിന് ഈ അവസരം തേടി വരുന്ന പെൺകുട്ടിയെ തന്നെ ഇരയാക്കണോ കരുവാക്കണോ എന്നത് കൂടി ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ? ഇവിടെ അതാണ് സംഭവിക്കുന്നതെന്നാണ് ഹേമ കമ്മിറ്റി പറയുന്നത്. അതുകൊണ്ട് ഈ സിനിമാ മേഖലയിൽ ഈ വാഴുന്ന തമ്പുരാക്കന്മാരടക്കം ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തൽ. അതിൽ ആക്ഷൻ എടുക്കണ്ടേ ശ്രീ ബാല? 100% എടുക്കണം. പക്ഷെ അതിൽ 2 ക്രൂരത ഉണ്ട്. ഒരു ക്രൂരത അല്ല. ഒരു പെണ്ണ് വരുമ്പോൾ നിന്റെ ശരീരത്തെ എനിക്ക് താന്ന് ചോദിക്കുന്നത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു ക്രൂരത. അടുത്ത ക്രൂരത എന്നാൽ അതുക്ക് വഴങ്ങി കൊടുക്കുന്നതും ക്രൂരത തന്നെയാണ്. വി ഷുഡ് ബി എൻ എക്സാമ്പിൾ. അത് സിനിമ ആവട്ടെ, എന്ത് വേണമെങ്കിലും ആവട്ടെ, സെൽഫ് റെസ്പെക്റ്റ് വേണം. ചോദിക്കുന്ന ആണുക്കും വേണം. വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങി പോകണം. പെണ്ണ് ചെരുപ്പെടുത്തടിക്കണം. വീട്ടുകാരടുത്ത് പോയി അറിയിക്കണം. വീട്ടുകാരടുത്ത്, ചേട്ടനടുത്ത്, അപ്പനടുത്ത് പോയി അറിയിക്കണം. ഇതുപോലെ ഒരുത്തൻ ചോദിച്ചു. അപ്പം ഇവർ വീട്ടുകാരോ നാട്ടുകാരോ ഇറങ്ങി വന്ന് ഇവനെ സ്ലിപ്പർ ചെയ്തിരുന്നെങ്കിൽ ഈ സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവില്ല. ആ പെണ്ണ് വേണ്ടാന്ന് പോയിരിക്കണം. അതും ന്യായം തന്നെയാണ്. ചോദിച്ചത് ഏറ്റവും വലിയ ക്രൂരത അങ്ങനെ ചോദിക്കുന്നവന്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ കാശും പ്രശസ്തിയും ഉള്ളവർ ഇവിടെ വന്ന് അങ്ങനെ കാമവെറി ഉണ്ടെങ്കിൽ ഇവിടെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. സിനിമ എന്ന് പറയുന്നത് പാഷൻ. ഇപ്പം എൻ്റെ മുത്തച്ഛനാവട്ടെ, എൻ്റെ അച്ഛനാവട്ടെ, എൻ്റെ ബ്രദറാവട്ടെ, എൻ്റെ ബ്രദറുടെ സെറ്റിലെല്ലാം പോയി പാരുங்க. இப்போ கங்குவா ரிலீஸ் அவ்வளோ டிசிப்ளின்டாக இருக்கும். சம்சாரம் போலும் உண்டாவில்லை. எல்லா ஃபெசிலிட்டிஸும் உண்டாகும் எல்லா ஆக்டர்ஸுக்கும். The industry, cinema industry has grown up bigger. இந்த இண்டஸ்ட்ரி காரணம், സിനിമ ഇൻഡസ്ട്രി കാരണം ഒരുപാട് കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നു. നല്ല രീതിയിൽ, കോംപ്രമൈസ് ഇല്ല, നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു. ചില പേരുടെ ചീപ്പ് തോട്ട്സിനാല ഇത്ര വലിയ ഇൻഡസ്ട്രിക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി വരുന്നുണ്ട്. ഞാൻ പെണ്ണുകളെടുത്ത് 2 കൈകൂപ്പി ഞാൻ പറയുന്നു, ഇനി ഇങ്ങനെ മനുഷ്യമൃഗങ്ങൾ വരുവാണെങ്കിൽ ധൈര്യമായിട്ട് പറ, വേണ്ടാന്ന് പറ. ഇഫ് യു ഹാവ് ദ ടാലന്റ്, നിനക്ക് അഭിനയിക്കാനുള്ള ടാലന്റ് ഉണ്ടെങ്കിൽ ദൈവം നിനക്ക് വന്ന് ചാൻസ് തന്നിരിക്കുമാ, ഡോറെ തട്ടിത്തരും. മരിച്ചുപോയ എനിക്ക് ജീവൻ കൊടുക്കില്ല ദൈവം? തിരിച്ച് ഞാൻ ഇവിടെ വന്ന് ഇന്റർവ്യൂവിൽ ഇരിക്കില്ല, ഞാൻ ചത്തുപോയിന്നല്ലോ എല്ലാവരും പറഞ്ഞത്. അപ്പൊ ദൈവத்துக்கு അറിയില്ലേ? നിനക്ക് ടാലന്റ് പടി. വരുന്ന യങ്സ്റ്റേഴ്സിന് ഞാൻ പറയുന്നത്, ആണാവട്ടെ പെണ്ണാവട്ടെ, അഭിനയിക്കാൻ പഠിക്ക്. സിനിമ എന്താണ് പഠിക്ക്. அந்த மெச்சூரிட்டி இல்லாத கொண்டாட நீங்கள் வழங்கி கொடுக்காம போகுന്നത്. ஏதோ ஒரு படத்தில் வந்தால் சூப்பர் ஸ்டார் ஆயிடலாம், மஞ்சு வாரியர் ஆயிடலாம், நயன்தாரா ஆயிடலாம், ரஜினிகாந்த் ஆயிடலாம். அப்படி இல்லை சினிமா. தட் இஸ், இட் டசன்ட் ஒர்க் தட் வே. ஏது இண்டஸ்ட்ரியும் இட் டசன்ட் ஒர்க் தட் வே. இது ஆദ്യം നിങ്ങൾ യങ്സ്റ്റേഴ്സ് പഠിക്കുക. യു നീഡ് എക്സ്പീരിയൻസ്, യു നീഡ് ലേണിംഗ്. വിദ്യാഭ്യാസം വേണം. ഏത് മേഖലയിലും വിദ്യാഭ്യാസം വേണം. ശ്രീ ബാല, അതൊക്കെ ശരിയാണ്. മേഖലയെ കുറിച്ചുള്ള നോളജ് വേണം. ശ്രീ ബാല, അതൊക്കെ ശരിയാണ്. നമ്മുടെ കഴിവിലെ ആത്മവിശ്വാസം കൊണ്ട് നോ എന്ന് പറയാൻ കഴിയുക തന്നെ വേണം. അത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ കാലാകാലങ്ങളായി പിന്തുടർന്നു വരുന്ന ചില രീതികളുണ്ട്, അല്ലെങ്കിൽ ചില പതിവുകളുണ്ട്. അതായത് സിനിമയിൽ അഭിനയിക്കാനായി മുന്തിയ ഹോട്ടലിലൊക്കെ മുറിയെടുത്ത് കൊടുത്തതിന് ശേഷം ആ വാതിലിൽ തട്ടുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അത് ചിലരൊക്കെ നിർത്തണ്ടേ? അത് കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ. ഒരു പെണ്ണ് സിനിമയിലേക്ക് അഭിനയിക്കാൻ വന്നാൽ അവൾ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സീനിൽ, അടുത്തിടപഴകി ഒരു സീനിൽ അഭിനയിച്ചാൽ അത് ഓഫ് സ്ക്രീനും അതേ രീതിയിൽ തന്നെ അവളെ കിട്ടുമെന്ന് വിചാരിക്കുന്ന ആ ഒരു ആൺകോയ്മയുണ്ടല്ലോ, അതുകൂടി അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കണം ബാല. അതാണ് സർക്കാർ ചെയ്യേണ്ടത്. ഹേമ കമ്മിറ്റി അത് പറയുന്നുണ്ടല്ലോ, ക്രിമിനൽ കേസ് എടുക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ ആക്ട് നടന്നിട്ടുണ്ട്. 100% എടുക്കണം. പക്ഷെ അതിലെയും ഊരി പോകാനുള്ള വകുപ്പ് അവർക്ക് അറിയാമ്മ. പ്ലീസ് അതാ മനസ്സിലാക്കി. എൻ്റെ എക്സ്പീരിയൻസിൽ சொல்றேன்.